പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒന്നാം മാസത്തിൻ്റെ 9ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. സങ്കീർത്തനക്കാരൻ പാടുന്നു, അടിയന് അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. മനുഷ്യർ പലപ്പോഴും വാക്കുമാറുന്നവരും വഞ്ചിക്കുന്നവരുമാണ്. ഒരു പ്രവൃത്തിക്ക് ഇന്ന പ്രതിഫലമെന്ന് നിശ്ചയിച്ച ശേഷം സമയം വരുമ്പോൾ പറഞ്ഞ അളവിൽ അത് കൊടുക്കാതെ ഇരിക്കുകയും ഒട്ടും തന്നെ കൊടുക്കാതെ വഞ്ചിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. മനുഷ്യർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദ്ദേശശുദ്ധിയും നടപടികളും നന്നല്ല എങ്കിൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്നും കൂടെ വചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്നവരുടെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ടാകും. അവയാൽ ചില പ്രവൃത്തികൾ നമുക്ക് നിസ്സാരമെന്നും പ്രയോജനമില്ലാത്തതെന്നും തോന്നിയാലും അവയെല്ലാം വളരെ പ്രതിഫലത്തിന് കാരണമാകും എന്നും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന നീതിമാന്മാർക്ക് വേണ്ടി എന്തെല്ലാം പ്രതിഫലങ്ങളാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയുകയില്ല. എന്തു തന്നെ ഒരുക്കി വച്ചിരുന്നാലും ക്രിസ്തുവിനെ നമുക്ക് നേരിൽ കാണുവാനും ക്രിസ്തുവിനോടൊപ്പം നിത്യത മുഴുവൻ ചിലവഴിക്കുവാനും സാധിക്കുക എന്നുള്ളത് എന്തിനേക്കാളും വിലയുള്ളതാണ്. ക്രിസ്തു നമ്മുടെ അവകാശമായിരിക്കും എന്നതിന് സംശയമില്ല. അബ്രഹാമിന് എണ്ണമറ്റ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ദൈവം കൊടുക്കുന്നതിന് മുമ്പേ ദൈവം തന്നെ ആയിരിക്കും തൻ്റെ പ്രതിഫലമെന്ന് ദൈവം അരുളി ചെയ്തു. ഒരു ഭക്തന് ഭൗതികമായ പല പ്രതിഫലങ്ങളും ഇവിടെ വെച്ച് ലഭിച്ചില്ലെന്ന് വന്നാലും നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഒരിക്കലും ലഭിക്കാതെ പോകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുന്ന എണ്ണമറ്റ ഭക്തന്മാർ ലോകത്തിലെ സുഖസമൃദ്ധിയുടെ പിറകെ ഓടാതെ ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ജീവിച്ച് നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇന്നും അനേകർ അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. തന്നെ ആമേസ്ത്രം ലോകപ്രകാരം ഏറ്റവും ഉന്നതിയിൽ ജീവിക്കേണ്ട മോശ തിരഞ്ഞെടുത്തത് എന്തെന്ന് നമുക്ക് നന്നായി അറിയാമല്ലോ. അപ്പോസ്തലനായ പൗലോസ് കോടികളുടെ സമ്പത്തുണ്ടായിട്ടും എല്ലാം ചപ്പന്നും ചവർന്നും എണ്ണി നിത്യതയുടെ തേജസ്സിനായി വിശ്വസ്തയോടുകൂടെ ജീവിച്ചു. മനുഷ്യർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് പ്രതിഫലം ഉണ്ട്, പ്രതിഫലം ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദ്ദേശശുദ്ധി നന്നായി തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. പലരും പഠിപ്പിക്കുന്നത് നാം കർത്താവിനായി പ്രവർത്തിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്താൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെടുമെന്നും ആരോഗ്യമുള്ള ശരീരവും സമൃദ്ധിയുള്ള ജീവിതവും ഉന്നതരായ തലമുറകളെയും ലഭിക്കുമെന്നും മറ്റുമാണ്. പ്രിയ ദൈവവൈതലേ, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളല്ല കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഈ ഭൂമിയിലെ പല പ്രതിഫലങ്ങളും നമുക്ക് ലഭിച്ചില്ലെങ്കിലും നിത്യതയിൽ പ്രതിഫലം ലഭിക്കാതെ ഒരിക്കലും പോകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന എണ്ണമറ്റ ഭക്തന്മാർ ഈ ലോകത്തിലെ സുഖസമൃദ്ധിയുടെ പുറകെ ഓടാതെ ഈ ലോകത്തിൽ വിശ്വസ്തയോടെ ജീവിച്ച് നിത്യതയിൽ പ്രവേശിച്ചു എന്ന് നാം തിരിച്ചറിയണം. നാം ജീവിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തതയും വിശുദ്ധിയും വേർപാടും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ആകയാൽ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്ക് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് ദൈവവചനം അരുളി ചെയ്യുന്നു. അരിമനാഥനായ കർത്താവ് വേഗം വരും. നമ്മുടെ കർത്താവ് വേഗം വരും. പ്രിയ ദൈവവൈതലേ, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അർഹതയുള്ളവർക്ക് അത് ചെയ്യാതിരിക്കരുത്. നിന്റെ പ്രതിഫലത്തെ നീ നഷ്ടമാക്കി കളയരുത്. ആകയാൽ ഇന്ന് പ്രഭാതം നമ്മുടെ ജീവിതം
ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല പ്രതിഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം. നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രതിഫലം വലുതായിരിക്കുമെന്ന് ആമേൻ സ്തോത്രം നാം ഈ പ്രഭാതം തിരിച്ചറിയണം. ആമേൻ. ഒന്ന്, ഈ ഭൂമിയിൽ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധി ജീവിക്കണം. ആമേൻ. വിശുദ്ധിയോടുകൂടെ ജീവിക്കണം. നാം ഓരോ പ്രിയപ്പെട്ടവരുടെയും മുൻപിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവഭയത്തോടുകൂടെ ആയിരിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതം അടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാഖമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം അടിയനവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ടെന്ന് ഭക്തൻ പാടിയതുപോലെ ഞങ്ങൾ കർത്താവെ ആ പ്രബോധനം ലഭിക്കേണ്ടതിനും അത് പ്രമാണിക്കേണ്ടതിനും ഞങ്ങൾക്ക് നല്ല പ്രതിഫലങ്ങൾ ലഭിക്കേണ്ടതിനും നാഥ ഞങ്ങളെ കൃപയാൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ കുറവുകളും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം അശുദ്ധിയും നീങ്ങി വിശുദ്ധിയോടുകൂടി നിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യണം. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേൻ. നാഥ, അവൻ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവരുണ്ട്. അവൻ വേർപാടിൻ്റെ ദുഃഖങ്ങളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം സ്വർഗം ആശ്വസിപ്പിക്കും. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരുടെ വേർപാടും കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഈ നാളുകളിൽ കർത്താവെ അവർ നല്ല പ്രതിഫലം ആമേൻ സ്തോത്രം നിത്യതയിൽ ആമേൻ കരസ്ഥമാക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കും. ഇന്ന് പ്രഭാതം വളരെ ഭാരത്തോടുകൂടെ അമനായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കടഭാരങ്ങളിലായിരിക്കുന്നവരുണ്ട്. മാനസികമായ നിരാശകളിൽ ശാരീരികമായ പലതരത്തിലുള്ള ബലഹീനതയോടുകൂടെ ആയിരിക്കുന്നു. അവരെയെല്ലാം സ്വർഗം ആശ്വസിപ്പിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.